ആമ്പല്ലൂർ അടിപ്പാതയുടെ മേൽപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പുറത്തേക്ക് തള്ളിയത് ഗൌരവമായ സുരക്ഷാ ഭീഷണിയാണെന്നും ഇതു സംബന്ധിച്ച് അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അടിപ്പാലത്തിൽ നിന്ന് ഏകദേശം 8 മീറ്റർ വടക്കായി പാർശ്വഭിത്തിയുടെ കോൺക്രീറ്റ് ബ്ലോക്കിന്റെ നടുഭാഗം ഒരടിയിലധികം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായും ഇത് ഏകദേശം 30 മീറ്റർ നീളത്തിൽ കാണാനാകുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആരോപിച്ചു. ഇതിനു വടക്കായി രണ്ടിടങ്ങളിലും സമാനമായ രീതിയിൽ തള്ളിയ ഭാഗങ്ങൾ ഉണ്ടെന്നും പറയുന്നു. ഈ ഭാഗങ്ങളിൽ ടാർ റോഡിൽ നിന്ന് പൈപ്പുകളിലൂടെ പുറത്തേക്കൊഴുകുന്ന വെള്ളം പാർശ്വഭിത്തിയുടെ പുറംഭാഗത്തേക്കാണ് വീഴുന്നത്. ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് ഏകദേശം 7 മീറ്ററിലധികം ഉയരത്തിൽ ഇത്തരം വീഴ്ചയുള്ളതിനാൽ ഇത് കോൺക്രീറ്റ് സ്ലാബുകളുടെ ക്രമരഹിതമായ അടക്കലിന്റെ ഫലമാണോ അതോ മഴ മൂലം മണ്ണ് വെള്ളം പിടിച്ചതിനാലാണോ ഉണ്ടായതെന്ന് വിദഗ്ധ പരിശോധന നടത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. ആമ്പല്ലൂർ പാടശേഖരത്തിലെ ചെളി നിറഞ്ഞ അടിത്തറയിലാണ് ഇത്രയും ഭാരമുള്ള പാർശ്വഭിത്തിയുടെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും മണ്ണ് നിറയ്ക്കുന്നതിൽ പാലിക്കേണ്ട നിർമ്മാണ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന ആശങ്ക നിലനിൽക്കുന്നതായും പരിഷത്ത് ആരോപിക്കുന്നു. ടാർ ഉപയോഗിച്ചുള്ള റോഡായതിനാൽ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും കോൺക്രീറ്റ് സ്ലാബുകൾക്കും മണ്ണ് നിറയ്ക്കലിനുമിടയിൽ സാധാരണ നൽകേണ്ട ഡ്രൈനേജ് മെറ്റൽ ലെയർ ഇവിടെ നൽകിയിട്ടില്ലെന്നുമാണ് കമ്മിറ്റിയുടെ ആരോപണം. മണ്ണ് നിറയ്ക്കുന്നതിന് മുൻപും ശേഷവും ആവശ്യമായ മണ്ണ് പരിശോധനയും ഓരോ ലെയറും കമ്പാക്ട് ചെയ്ത ശേഷമുള്ള പരിശോധനകളും നടത്തിയിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആമ്പല്ലൂർ മേൽപ്പാതയുടെ എംബാങ്ക്മെന്റിൽ രൂപപ്പെട്ടതായി പറയുന്ന തള്ളിയ ഭാഗം ഗൗരവമായ സുരക്ഷാ ഭീഷണിയായി കണക്കാക്കി അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു.